ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു നിയാസ്മോ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ എപ്പിസോഡ് കൂടിയാണ്. ആഫ്റ്റർ എ ലോങ് ടൈം, കുറേ നാളുകൾക്ക് ശേഷം ഞാനൊരു വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് വിശേഷം എന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഓക്കെ, ഇതാ എൻ്റെ മറിയൊക്കെ റെഡിയായി നിൽപ്പുണ്ട്. ഇതാ നിശ്ചയമായ റെഡിയായി നിൽപ്പുണ്ട്. അമ്മച്ചി ഒരു ഹായ് പറയാം. വാപ്ഷി വന്നിട്ടില്ല, വാപ്ഷി ഇതോ അവിടെ ഇരിക്കുകയാണ് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഒരു സ്ഥലം വരെ പോവാണ്. എവിടെയാണ് എന്താണെന്നൊക്കെ ഉള്ളത് കാണിച്ചു തരാം. ഓക്കെ, ഹായ് പറ, ഹായ് പറ. ഓക്കെ, അപ്പോൾ എന്താണ് സർപ്രൈസ് എന്താണെന്നുള്ളത് കാണാം ഗൈസ്. ഞാൻ എന്താ പോകാൻ വേണ്ടി നിന്നപ്പോൾ നമ്മുടെ തൊഴിൽക്കായി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എവിടെയാണ് പോകുന്നത് തൊഴിൽക്കായി എന്തെങ്കിലും ഐഡിയ ഉണ്ടേക്കാം? ഇല്ല, ഓക്കെ. അപ്പം അങ്ങനെ ആർക്കും അറിയില്ല കേട്ടോ എന്താണ് സംഭവം എന്നുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും വഴിയെ എൻ്റെ വ്ളോഗിലൂടെ എല്ലാവരും കണ്ടോണ്ടിരിക്കുക, ഞാൻ വഴിയെ പറയുന്നതായിരിക്കും. ഓക്കെ, ഓക്കെ. ഞാനൊരു ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കാറാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വലിയ ലേറ്റ് ഒന്നും ആവാണ്ട് കാറ് വന്നു. ഞങ്ങൾ അതിൽ കയറി യാത്ര തുടങ്ങി. അപ്പോൾ അതുപോലെ ഇതിപ്പോൾ എവിടെയാണ് പോകുന്നതെന്ന് ആക്ച്വലി ഫാമിലീസിലെ മറ്റു മെമ്പേഴ്സിന് ആർക്കും അറിയില്ല. അല്ലേ ശ്യാമ? അല്ലേ മറിയാം? ഓക്കെ, അപ്പം എൻ്റെ സുഹൃത്തുക്കൾക്കും അറിയില്ല. ഇത് ഫുള്ളി സർപ്രൈസ്ഡ് ആയിട്ടാണ് സംഭവം ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം എന്തായാലും ആ സർപ്രൈസ് നിങ്ങളും വെയിറ്റ് ചെയ്യാമല്ലോ, എന്താണ് സംഭവം എന്ന് നിങ്ങൾക്കും അറിയില്ല. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് സമയത്തിനകത്ത് ആ സർപ്രൈസ് റിവീൽ ചെയ്യും. ഓക്കെ, അതിനുശേഷം എൻ്റെ മറ്റ് ഫ്രണ്ട്സ് ആയി കഴിഞ്ഞാലും ഫാമിലി മെമ്പേഴ്സ് ആയി കഴിഞ്ഞാലും അവരെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു എന്താണെന്നുള്ളത് നമുക്ക് വഴിയെ കാണാം. ഓക്കെ ഗൈസ്, അപ്പം അങ്ങനെ ഫൈനലി റിവീൽ ചെയ്യുവാണ് ഞാൻ എവിടെയാണെന്നുള്ളത്. ജസ്റ്റ് ഒന്ന് കാണുക. ഓക്കെ, ഗൈസ് ഇതാണ് നമ്മുടെ വൈശാഖേട്ടൻ. ഓക്കെ, ഹായ്. അപ്പം ആർക്കെങ്കിലും ഞാൻ കോൺടാക്ട് നമ്പർ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് ഇവിടെ കൊടുക്കാവേ. അപ്പോൾ ആർക്കെങ്കിലും കീഴെ കാറുണ്ടായിട്ട് ഡീറ്റെയിലോ മറ്റു കാര്യങ്ങളോ അറിയണമെങ്കിൽ ചേട്ടനെ കോൺടാക്ട് ചെയ്താൽ മതി. വേറൊരു അതിഥിയും കൂടെ ഉണ്ട്, ഷെബീഖ, ഇപ്പോൾ വരും. ഓക്കെ ഫ്രണ്ട്സ്, അതുപോലെ ഇത് ഷെബീഖ. ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ആരാണ് എന്താണ് കിയറ? മതി. ഞാൻ കിയറ ഷോറൂമിലാണ് വർക്ക് ചെയ്യുന്നത്. കിയയിലാണ്, സുവർണ്ണത്തിലാണ്. ഓക്കെ ഗൈസ്, അപ്പം എന്തെങ്കിലും ഞെക്കയുടെ നമ്പർ ഇവിടെ മെൻഷൻ ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വൈശാഖ് ബ്രോയുടെ നമ്പർ ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. അപ്പോൾ കിയറ കാറുമായിട്ട് കിയറ കാറിൽ എന്ത് ഡൗട്ട്സ് ആയി കഴിഞ്ഞാലും, കാറിൻ്റെ എന്തെങ്കിലും ടെസ്റ്റ് ഡ്രൈവോ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലും ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. കാരണം ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് എൻ്റെ ടെസ്റ്റ് ഡ്രൈവും മറ്റു കാര്യങ്ങളും എൻ്റെ എല്ലാ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് തന്നതും. പിന്നെ എത്രയും പെട്ടെന്ന് മാക്സിമം എനിക്ക് ഈ ഡെലിവറി കാര്യങ്ങളൊക്കെ എല്ലാം കൊണ്ടും എത്രയും പെട്ടെന്ന് അറേഞ്ച് ചെയ്ത് തന്നത് ഷെബീഖായും വൈശാഖേട്ടനും കൂടിയാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. കിയർ കാറുമായിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽ എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ ഈ കാർ മെൻഷൻ ചെയ്യാം. ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, കിയർ കോഫി വന്നിട്ടുണ്ട്. അതിനെ പിടിക്ക് ഫ്രണ്ട്സ്. അപ്പോൾ ഒരുപാട് സന്തോഷത്തിലാണ്. അതെങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് എനിക്കറിയില്ല. എൻ്റെ കൂട്ടുകാർക്കായാലും കുടുംബക്കാർക്കായാലും ഒക്കെ അറിയാം എന്തുമാത്രം ഹാപ്പിയാണ് ഞാൻ ഈ ഒരു മൂമെൻറ്റിലുണ്ട്. ഐ എം വെരി ഹാപ്പി ഫോർ ടുഡേ. എസ്പെഷ്യലി എല്ലാം കൊണ്ടും ഞാൻ ഇന്ന് വളരെയധികം സന്തോഷത്തിലാണ്. മുജി ഹാപ്പി അല്ലേ? എന്താ വെച്ചാൽ ഇന്ന് ഹാപ്പി അല്ലേ അവളെ? ഒരുപാട് സന്തോഷം, കുറേ നാളത്തെ ആഗ്രഹം സാധിക്കുന്നു. അതെ, മറിയാം വാ. മറിയത്തിനാണ് സൺറൂഫ് ഉള്ള വണ്ടിയൊക്കെ വേണമെന്നുള്ള ഭയങ്കര ആഗ്രഹം. മറിയാം ഹാപ്പി അല്ലേ? മറിയാം പറ. വണ്ടിയിൽ പോകാനാണ് എനിക്ക് ഇഷ്ടം. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഹാപ്പി. രാവിലെ എണീറ്റിട്ട് കാർ ഇന്ന് എടുക്കാൻ പോകുന്ന ഒരു ആകാംക്ഷയിലാണ് ഞാൻ പെട്ടെന്ന് എണീറ്റത്. സത്യം? മാഷാഅല്ലാ സന്തോഷം. മാഷാഅല്ലാ ഭയങ്കര സന്തോഷം കേട്ടോ. മാഷാഅല്ലാ. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യണം. ആദ്യത്തെ ഒരു ആഗ്രഹം ഇതായിരുന്നു, ഒരു കാർ എടുത്ത് സൺറൂഫിന്റെ മണ്ടയിൽ. സത്യം പറഞ്ഞാൽ പ്രോപ്പറായിട്ട് വ്ളോഗ് പോലും എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ മുമ്പത്തെ വ്ളോഗ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം എനിക്ക് സന്തോഷമുണ്ട്. എനിക്ക് മാഷാഅല്ലാ എനിക്ക് പ്രോപ്പറായിട്ട് എനിക്ക് വീഡിയോ എങ്ങനെ എടുക്കണം, എവിടെ സ്റ്റക്ക് ചെയ്യണം, എവിടെ പോസ്റ്റ് ചെയ്യണം, എവിടെ നിന്ന് സംസാരിച്ചു കൊടുക്കണം ഒന്നും അറിയില്ല കേട്ടോ. ഞാൻ ഫുള്ളി ബ്ലാങ്ക് ആണ്.
മാഷാല്ലാ ഭയങ്കര സന്തോഷം. കാരണം അറിയാം എൻ്റെ കൂട്ടുകാർക്കായാലും ഫാമിലിക്കായാലും അറിയാം എനിക്ക് എത്രത്തോളം വലിയ ആഗ്രഹമായിരുന്നു കാറ് എന്നൊക്കെ ഉള്ളത്. നല്ലൊരു കാർ എടുക്കാൻ പറ്റി എന്നുള്ളതിൽ ഒരുപാട് സന്തോഷം. പിന്നെ വാപ്പച്ചി വന്നില്ല, അതിലൊരു വിഷമമുണ്ട് കേട്ടോ. വാപ്പച്ചി ഒരു രീതിയിലും മീൻസ് വെഹിക്കിളോ മറ്റു കാര്യങ്ങളൊക്കെ എടുക്കാൻ പോകുമ്പോൾ വാപ്പച്ചി നീ പോയി എടുത്തിട്ട് വാ ഫണ്ടും കാര്യങ്ങളെല്ലാം വാപ്പച്ചി തരും. പക്ഷേ വാപ്പച്ചി വരില്ല, അതിലൊരു വിഷമമുണ്ട്. അത് അറിയാം, എൻ്റെ കുടുംബക്കാർക്കും അതുപോലെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാം. എന്നാലും അതൊരു വിഷമമാണ് കേട്ടോ. പിന്നെ വീട്ടിൽ പോയിട്ട് വാപ്പച്ചിയും കയറ്റി ഒരു യാത്ര ഉണ്ട് ഇൻഷാ അല്ലാഹ്. അതുപോലെ ഒരു ബിഗ് താങ്ക്സ് പറയേണ്ടത് ഇവിടെ പേപ്പർ വർക്ക് മറ്റു കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്ത അക്കൗണ്ട്സ് ടീം ആയിക്കോട്ടെ, നമ്മുടെ ഇൻഷുറൻസും മറ്റു കാര്യങ്ങളും നമ്മുടെ ഫാസ്റ്റ് ട്രാക്കും എല്ലാ രീതിയിലും ടാക്സും മറ്റു കാര്യങ്ങളും എല്ലാം വളരെ സ്പീഡായിട്ട് എനിക്ക് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. സോ അവർക്കും ഈ ഒരു അവസരത്തിൽ ഞാൻ താങ്ക്സ് പറയുകയാണ്. അവരെ കണ്ടിട്ട് പോലും ഇല്ല. ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതാണ് നിങ്ങൾ കുറച്ച് മുന്നേ കണ്ടത്. ഇനിയിപ്പം കേക്ക് കട്ടിങ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം കേക്ക് കട്ടിങ്ങിനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ്. അപ്പം ഇനിയിപ്പം അല്ലേ കേക്ക് കട്ടിങ്ങിനോട്ട് പോവുകയാണ്. ബാക്കി വിശേഷങ്ങൾ ഓക്കെ. മറിയം സൺറൂഫ് വിട്ടൊരു കളിയില്ല കേട്ടോ. മറിയം നേരത്തെ സൺറൂഫ് എന്ന് പറയുന്നത് ഇപ്പോൾ 2-3 ദിവസം സൺറൂഫൊക്കെ മടുക്കുമെന്ന് തോന്നുന്നു. നോക്കാം, മടുക്കില്ല. മറിയം മടുക്കില്ല എന്നാണ് പറയാം. നോക്കാം. ഇങ്ങോട്ടോ സന്തോഷം. സാർ ഓടി ഗൈസ്. അപ്പം ഡെലിവറിയും കാര്യങ്ങളൊക്കെ മാഷാഅല്ലാഹ് നല്ല രീതിയിൽ കഴിഞ്ഞു. എനിവേ എല്ലാം കൊണ്ടും അൽഹംദുലില്ലാഹ് ഹാപ്പിയാണ്. എൻ്റെ ലൈഫിലൊരു ബെസ്റ്റ് മൊമെൻ്റ് ആണ് ഇന്നത്തെ ഡേ എന്ന് പറയുന്നത്. കുറേ നാളുകൾ ആഗ്രഹിച്ചിട്ട് ഇന്നത് ഫൈനലി കം ട്രൂ. എന്താ പറയുക, ഡ്രീം കം ട്രൂ എന്ന് പറയുന്ന പോലെ വലിയൊരു സ്വപ്നം ഇന്ന് സാധീകരിച്ചു. എനിക്ക് ചില കാര്യങ്ങൾ എന്താ പറയണമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ ഭയങ്കര ബ്ലാങ്കായിട്ട് നിൽക്കുകയാണ്. സോ ഷെബീഖ് ആയിക്കോട്ടെ, ഓൾ ടീം, ഞാൻ ഒരാളെ എടുത്തിപ്പം പറയുന്നില്ല. കാരണം ഇപ്പോൾ വന്നതിന് ശേഷമായി കഴിഞ്ഞോട്ടെ എല്ലാ രീതിയിലും കേക്ക് ആയിക്കോട്ടെ, മറ്റ് ഒരു എയർ ഫ്രഷറിൻ്റെ മറ്റ് സംഭവങ്ങളൊക്കെ എനിക്ക് അറേഞ്ച് ചെയ്ത് തരാനായി കഴിഞ്ഞാലും സാറായി കഴിഞ്ഞാലും എല്ലാവരും നല്ല രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്തു. എനിവേ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. ഓക്കെ, അപ്പം ടാറ്റ, ബൈ. ഇനി ബാക്കി വീഡിയോസൊക്കെ ഉടനെ കാണാം. ടാറ്റ.